എന്തിനാണ് ഒരു മതത്തിന് ഇത്രയും ഗ്രന്ഥങ്ങൾ? എന്തിനാണ് ഒരു മതത്തിന് ഇത്രയും ആചാര്യന്മാര്? എന്തിനാണ് ഒരു മതത്തിന് ഇത്രയും ഈശ്വര സങ്കല്പങ്ങള്? എന്തിനാണ് ഒരു മതത്തിന് ഇത്രയും തരത്തിലുള്ള വിവരണങ്ങള്? ഒരു ഉത്തരമേ അതിനുള്ളൂ. ഭാരതീയർക്ക് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തി അത് നമുക്ക് തന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാൻ. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉണ്ടാവാൻ കാരണം ഒരു ഗ്രന്ഥത്തിലൂടെ മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും കൊടുക്കാൻ സാധ്യമല്ല. ആയിരക്കണക്കിന് ആചാര്യന്മാരുണ്ടാവാൻ കാരണം ഒരു ആചാര്യനിലൂടെ മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവും കൊടുക്കാൻ സാധ്യമല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ എഴുതിയത്. അതിന് കാരണം ഒരു കാലഘട്ടത്തിൽ എഴുതിയ ഗ്രന്ഥം എല്ലാ കാലഘട്ടത്തിലേക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആവില്ല. ആയിരക്കണക്കിന് വിഷയങ്ങളാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ളത്. അതിന് കാരണം ഓരോ വ്യക്തിയുടെയും താല്പര്യം ഓരോ തരത്തിലാണ്. വൈവിധ്യമാർന്ന ഗാനങ്ങള്, വൈവിധ്യമാർന്ന സിനിമകള്, വൈവിധ്യമാർന്ന വീടുകള്, വൈവിധ്യമാർന്ന ഡ്രസ്സുകള്, വൈവിധ്യമാർന്ന വാഹനങ്ങള്, വൈവിധ്യമാർന്ന ചെടികള്, വൈവിധ്യമാർന്ന പുഷ്പങ്ങള്, വൈവിധ്യമാർന്ന കാവ്യങ്ങള്, ഇതെല്ലാം വൈവിധ്യമാവാൻ കാരണം മനുഷ്യന് വൈവിധ്യതയിലാണ് താല്പര്യം. വൈവിധ്യമാർന്ന ഭക്ഷ്യവിഭവങ്ങള്, വൈവിധ്യമാർന്ന ദേവതാ സങ്കല്പം, വൈവിധ്യമാർന്ന ഗ്രന്ഥങ്ങള്, വൈവിധ്യമാർന്ന ആചാര്യന്മാര്, വൈവിധ്യമാർന്ന വീക്ഷണങ്ങള്, അതാണ് ഏകത്വത്തിൽ നാനാത്വം, നാനാത്വത്തിൽ ഏകത്വം നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മുടെ ആചാര്യന്മാര് അതാ ചെയ്തത്. ഇത്രയെല്ലാം എഴുതിയിട്ടും നമ്മളുടെ ഒരാചാര്യനും പറഞ്ഞിട്ടില്ല എന്റെ പുസ്തകം മാത്രം ശരി, എന്റെ ഈശ്വരൻ മാത്രം ശരി, എന്റെ ഈശ്വരനിലൂടെ മാത്രമേ നീ സ്വർഗത്തിലേക്ക് പോകുള്ളൂ, മറ്റേത് പുസ്തകം വായിച്ചാലും മറ്റേത് ഈശ്വരനെ ആരാധിച്ചാലും നിന്റെ 4 തലമുറ ഞാൻ നശിപ്പിക്കും. നമ്മളുടെ പൂർവികര് പറഞ്ഞിട്ടില്ല. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്, നമ്മുടെ പൂർവികര് പറഞ്ഞിട്ടില്ല. നമ്മുടെ പൂർവികരെന്നും പ്രാർത്ഥിച്ചത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. നമ്മുടെ പൂർവികർ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന്. നമ്മുടെ പൂർവികർ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന്. എന്റെ ദൈവം മാത്രം ശരി, എന്റെ പുസ്തകം മാത്രം ശരി, എന്റെ ആചാര്യൻ മാത്രം ശരി എന്ന് പറഞ്ഞ ഇസ്ലാം മതം തീവ്രവാദത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്നു. കൊല്ലാനും ചാവാനും നശിപ്പിക്കാനുമായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു മതമുണ്ടെങ്കിൽ അത് എന്റെ ദൈവത്തെ നിന്നെ കൊണ്ട് ആരാധിപ്പിക്കാനും നിന്നെ കൊണ്ട് സ്വീകരിപ്പിക്കാനുമാണ് ഇറങ്ങി പുറപ്പെട്ടവർക്ക് സംഭവിച്ചത് തീവ്രവാദം. മറ്റേ മതം, ക്രിസ്തു മതം, അത് വികസിത രാഷ്ട്രങ്ങൾ ഇന്ന് ചവറ്റുകൊട്ടയിലേക്ക് ഇടാൻ കാരണം എന്റെ ദൈവമല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്, എന്റെ പുസ്തകമല്ലാതെ മറ്റൊരു പുസ്തകം നിനക്ക് ഉണ്ടാവരുത്, എന്റെ വഴിയല്ലാതെ മറ്റൊരു വഴി നിനക്ക് ഉണ്ടാവരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വൈവിധ്യമാർന്ന ചിന്താധാരകളെ അന്വേഷിക്കുന്ന ലോക ജനത അത് വലിച്ചെറിഞ്ഞു. ഇന്ന് ലോകമെമ്പാടും ഹിന്ദു ധർമ്മം പ്രചരിക്കുന്നുണ്ടെങ്കിൽ അത് ഉജ്ജ്വലമായി ചിന്തകരും പണ്ഡിതരും ശാസ്ത്രജ്ഞന്മാരും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ വൈവിധ്യമാർന്ന, അത് കോൺട്രഡിക്ടറി എന്ന് തോന്നുമെങ്കിൽ പോലും കോംപ്ലിമെന്ററി ആയിട്ടുള്ള ചിന്താധാരകളാണെന്ന് 2019 മാർച്ച് മാസം 4 ശിവരാത്രിയിലെ രാത്രി സന്ദേശത്തിൽ നിങ്ങൾക്ക് തരുന്നു. പ്രണാമം, നമസ്കാരം.